എണ്ണ വിൽപ്പനയിൽ മാഹിയിൽ നിന്നും കേരളം പഠിക്കാനുണ്ട്. പിണറായി പെട്രോളും കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ മോദി പെട്രോളും തമ്മിലുള്ള ഗുണവ്യത്യാസവും മറ്റുമാണ് അറിയേണ്ടത്. എങ്ങനെയാണ് പെട്രോളും ഡീസലും വിൽക്കേണ്ടത് എന്നും അവയുടെ നിലവാരവും മാഹിയിൽ കൃത്യമായി ഉദ്യോഗസ്ഥർ പരിശോധിച്ചുറപ്പാക്കുന്ന ദൃശ്യങ്ങളാണിത്. കേരളത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന ഈ ചെറിയ പ്രദേശത്ത് ഇങ്ങനെയൊക്കെ ചെയ്ത് ഗുണനിലവാരമുള്ള എണ്ണ കൃത്യ അളവിൽ നൽകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിലും ഇങ്ങനെയൊക്കെ ചെയ്തുകൂടാ? മലയാളികൾ ഇതെല്ലാം കണ്ട് കൊതിക്കുക തന്നെ ചെയ്യും. കാരണം മാഹിയിലൊക്കെ ഒരു നല്ല ഭരണമുണ്ട്, നല്ല ഉദ്യോഗസ്ഥരുണ്ട്. മാഹി കേന്ദ്രഭരണ പ്രദേശം കൂടിയാണ്. മാഹിയിൽ പെട്രോൾ പമ്പുകളിൽ ലീഗൽ മെട്രോളജി, സിവിൽ സപ്ലൈസ്, പബ്ലിക് ഹെൽത്ത് തുടങ്ങിയ വകുപ്പുകളുടെ നേതൃത്വത്തിലാണ് ഗുണനിലവാര പരിശോധന നടത്തിയത്. അവർ വന്ന് സാമ്പിൾ ശേഖരിച്ച് എണ്ണയിൽ മായമുണ്ടോ എന്ന് ഉറപ്പുവരുത്തി കൃത്യമായ അളവ് പാത്രത്തിലേക്ക് എണ്ണ അടിച്ച് മീറ്ററിൽ കാണിക്കുന്നത് ശരിയാണോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തി. എല്ലാം പൊതുജനങ്ങളുടെ സാന്നിധ്യത്തിലായിരുന്നു. മിന്നൽ പരിശോധനയാണ് നടത്തിയത്. ഇനി കേരളത്തിലേക്ക് വന്നാൽ എണ്ണയിൽ മായം കലരുന്നു എന്ന് വലിയ ആക്ഷേപവും പരാതിയുമാണ്. നടപടിയോ പരിശോധനയോ ഒന്നുമില്ല. കൃത്യമായ അളവിലും കുറച്ചാണ് പെട്രോളും മറ്റും ലഭിക്കുന്നത് എന്ന് ജനങ്ങൾ നിരവധി തവണ കുപ്പിയിലും മറ്റും എണ്ണ അടിച്ച് വീഡിയോ സഹിതം പരാതി പറഞ്ഞിട്ടും നടപടികൾ ഉണ്ടായിട്ടില്ല. കേരളത്തിലെ അനേകം പമ്പുകൾക്കെതിരെ കൃത്യമായ അളവിലല്ല എണ്ണ നൽകുന്നത് എന്ന പരാതിയുണ്ട്. പരാതികൾ സോഷ്യൽ മീഡിയയിൽ എണ്ണയുടെ അളവടക്കം കാണിച്ചു വന്നിരുന്നു. ഒരു നടപടിയും അന്വേഷണവുമില്ല. ഇന്ത്യയിലെ തന്നെ ഏറ്റവും തീപിടിച്ച വിലയ്ക്ക് എണ്ണ വിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. നമ്മുടെ അതിർത്തി സംസ്ഥാനത്തെല്ലാം എണ്ണവില കുറവാണ്. മാഹിയിൽ കേരളത്തെക്കാൾ 15 രൂപ പെട്രോൾ വില കുറവാണ്. അതായത് മാഹിയിൽ വെറും 93 രൂപയ്ക്ക് പെട്രോൾ കിട്ടുമ്പോൾ കേരളത്തിൽ ലിറ്ററിന് 108 രൂപയാണ് വില. 15 രൂപയാണ് ഒരു കാരണവുമില്ലാതെ കേരള സർക്കാർ മാഹിയേക്കാൾ കൂടുതൽ നികുതി ചുമത്തുന്നത്. മാഹിക്കും കേരളത്തിനും ഒരേ വിലയ്ക്കാണ് കേന്ദ്ര സർക്കാർ എണ്ണ നൽകുന്നത്. ഒരേ നികുതിയാണ് കേന്ദ്രം മാഹിയിലും കേരളത്തിലും ഈടാക്കുന്നത്. പോണ്ടിച്ചേരി എന്നിട്ടും എണ്ണ വിറ്റ് നല്ല ലാഭവും നികുതി വരുമാനവും ഉണ്ടാക്കുന്നു. എന്നാൽ കേരളമാകട്ടെ എണ്ണ നികുതി കൂടുതലാണ് ഈടാക്കുന്നത്. കർണാടക, തമിഴ്നാട്, മാഹി ഈ 3 സംസ്ഥാനങ്ങളും കേരളത്തെക്കാൾ കുറച്ചാണ് എണ്ണവില ഈടാക്കുന്നതും. കേരളം പെൻഷനും ദുരിതാശ്വാസത്തിനും കിഫ്ബിക്കും അങ്ങനെ വേണ്ട പലതിനും ഇതിനെല്ലാം പുറമെ സെസ്സും പെട്രോൾ ഡീസൽ വിൽപ്പനയിൽ ഈടാക്കുന്നു. പെൻഷൻ നൽകാൻ എന്ന് പറഞ്ഞ് അതിനും സെസ് ഈടാക്കുന്നു. എന്നിട്ട് പണം പിരിച്ചിട്ടും പെൻഷൻ പോലും നൽകുന്നില്ല. ഇങ്ങനെയൊക്കെ ജനം സഹിച്ച് തീവിലയ്ക്ക് പിണറായി പെട്രോളും ഡീസലും അടിക്കുമ്പോൾ അതിന്റെ ഗുണനിലവാരം പോലും ജനങ്ങൾക്ക് ഉറപ്പാക്കുന്നില്ല. അളവ് കൃത്യതയും ഉറപ്പാക്കുന്നില്ല. പമ്പുകളിൽ പരസ്യ പരിശോധനകൾ നടത്തി ജനത്തെ അളവും എണ്ണയുടെ ഗുണവും ബോധ്യപ്പെടുത്തുന്നില്ല. അതിനാൽ തന്നെയാണ് കർമ്മ ന്യൂസ് മാഹിയിലെ ഗുണനിലവാര പരിശോധനയും അളവ് കൃത്യത പരിശോധനയും എല്ലാം വാർത്തയാക്കി മലയാളികളെ കാണിക്കുന്നത്. മാഹിയിലാകാമെങ്കിൽ അതും 15 രൂപ ലിറ്ററിൽ കുറച്ച് വിറ്റിട്ടും എന്തുകൊണ്ട് കേരളത്തിലായിക്കൂടാ? 108 രൂപയും എണ്ണയ്ക്ക് കൊടുക്കണം. അളവും ഗുണവും ഉറപ്പുമില്ലതാനും. എന്തൊരു കഷ്ടമാണിതൊക്കെ. കേന്ദ്രഭരണ പ്രദേശമായ മാഹിയിലെ മാഹി, പള്ളൂർ, പന്തക്കൽ ഭാഗങ്ങളിലെ പെട്രോൾ പമ്പുകളിലാണ് പരിശോധന നടത്തി ഗുണവും അളവും ഉറപ്പാക്കിയത്. പെട്രോൾ പമ്പുകളിൽ മായം ചേർത്ത് എണ്ണ വിതരണം തടയാനും അളവ് പ്രകാരം എണ്ണ നൽകാനുമാണ് പരിശോധന എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. Yesterday we had a meeting with the RAO Mahi and we have formed a team consisting our officer from the Meteorology Department, Civil Department, Health Department, Food Cell. Definitely Civil Supply is leading it and we came here for general inspection. We are doing the inspection of petrol pumps, hotels. Here we have come here for a surprise checking and we are looking at whether the weight measure and the quality which is given to the customers are proper and what the amount they are getting. We are taking some little samples also. Our officers are here to check everything and we want public to get the പള്ളൂർ, മൂലക്കടവ് എന്നിവിടങ്ങളിലെ പമ്പുകളിൽ പരിശോധന നടത്തുകയും ഇവിടങ്ങളിലെ പമ്പുകളിൽ നിന്ന് ഇന്ധനം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്തു. ഇതിനിടെ മാഹിയിൽ നിന്നും കേരളത്തിലേക്ക് വ്യാപകമായി എണ്ണ കടത്തുന്നു എന്നും അത് തടയണമെന്നും കേരള സർക്കാർ അധികാരികൾ മാഹിയിലെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടു. മാഹി പോലീസ് സൂപ്രണ്ട് രാജശങ്കർ വെള്ളാട്ട്, പുതുച്ചേരി ഫുഡ് സെൽ ഇൻസ്പെക്ടർ വി ന്യൂട്ടൻ, മാഹി CI R ഷൺമുഖം, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ ഷൈജു, സിവിൽ സപ്ലൈ സൂപ്രണ്ട് അജിത് GP, പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ടെക്നിക്കൽ അസിസ്റ്റന്റ് മതിയഴകൻ M, SI മാരായ KC അജയകുമാർ, EK രാധാകൃഷ്ണൻ, PP ജയരാജ് തുടങ്ങിയവരും പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.